അപ്പോൾ ഇതിനകത്തൊരു തർക്കമല്ല. നമ്മൾ ആരും ഇവിടെ തർക്കിച്ച് ജയിക്കാനല്ലല്ലോ നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ചർച്ചയില്ലേ ഉള്ളൂ. ഇവിടെ ഒരു ചോദ്യം, ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇവിടെ നടപ്പാക്കുന്നത് വാസ്തവത്തിൽ ആ പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന പാർട്ടികളുടെ കൂട്ടായ്മയുടെ മുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനമാണ്. വൈസ് വേഴ്സ അല്ല. ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ മന്ത്രിമാരാണ് എങ്കിൽ, പാർട്ടിയെല്ലാം വിട്ടേക്കൂ, ഞങ്ങൾ മന്ത്രിമാരാണ് എങ്കിൽ അങ്ങനെ ഒരു ക്യാബിനറ്റ് കൂടുന്നു. ക്യാബിനറ്റ് കൂടുമ്പോൾ അവിടെ ചീഫ് സെക്രട്ടറി പറയുന്ന പോലെ ഞാനിവിടെ ഒരു മാപ്പ് സാക്ഷിയാണ്, എനിക്കിവിടെ ഈ കോസപ്പണി പോലെ എഴുതാൻ മാത്രമേ എനിക്ക് കാര്യമുള്ളൂ, എനിക്ക് വേറെ ഇവിടെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടും തീരുമാനം എടുത്തിട്ടും കാര്യമില്ല എന്ന് ചീഫ് സെക്രട്ടറി തന്നെ പരസ്യമായി പറയേണ്ടി വന്നതിൻ്റെ ഞാൻ പച്ച മലയാളം പറഞ്ഞത്. അത് ആ കാര്യം മാറ്റിവെച്ചാൽ മന്ത്രിമാർ കൂടി മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് ആ തീരുമാനത്തെ കൊട്ടിഘോഷിക്കലാണോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചുമതല? അല്ല. രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന, ഇറ്റ്സ് ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, രാഷ്ട്രീയ സംഘടന അവിടെ കൂടി എടുക്കുന്ന തീരുമാനം, ആ തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായി മാറേണ്ടത്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിക്കുന്നവർ അവരുടേതായിട്ടുള്ള ഒരു വേദിയിൽ നമ്മൾ ഭരണഘടനയും നിയമവും അനുസരിച്ച് അവിടെയാണ് ഇതിൻ്റെ ഡീജൂറെ ആയിട്ടുള്ള ഡിസിഷൻ വരുന്നത് എങ്കിലും വാസ്തവത്തിൽ അതിൻ്റെ ഡീഫാക്ടോ ഡിസിഷൻ എവിടെയാണ്? രാഷ്ട്രീയ നേതൃത്വമാണ് എടുക്കേണ്ടത്. ഇവിടെ എൻ്റെ ചങ്ങാതി പറഞ്ഞത് വെച്ചാണ് എങ്കിൽ ആരാടാ തെങ്ങിൽ? തൊമ്മിച്ചനാണ്. എന്തിനാടാ തെങ്ങിൽ കയറിയത് രാത്രി? കുറുന്തോട്ടി പറിക്കാനാണ്. കുറുന്തോട്ടി പറിക്കുന്ന തെങ്ങിലാണോ? അതുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലുള്ളൊരു നിലയിലേക്ക് ഇവിടെ വാസ്തവത്തിൽ ഈ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നടന്ന 3 മന്ത്രിസഭാ യോഗങ്ങളിൽ 800 തീരുമാനങ്ങളിലെ ബഹുഭൂരിപക്ഷവും 1744 ഹെക്ടർ ഭൂമി നൽകുന്നതിന് വേണ്ടി. അത് 10 മണി വരെ തുടർന്നാലും പറയാനുള്ള കാര്യമുണ്ട്. ഷഫീറിന് അവിടെ ആണ് മറുപടി പറയേണ്ടി വരുന്നത്. ഞാൻ ഷഫീറിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു വല്ലാത്തൊരു സമ്മർദ്ദമുണ്ട് ഈ ഇടവേളയിലേക്ക് പോകാൻ. ഈ സർവേയുടെ ഒരു കാര്യത്തിൽ പോലും 8 മണി തൊട്ട് മുന്നോട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇതുവരെ ഇടവേളയിലേക്ക് പോകാൻ സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കുക. ഷഫീറിലേക്ക് തിരിച്ചെത്താം. BRM ഷഫീർ, ഡോക്ടർ സമ്പത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയ കാര്യം ഇതാണ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങളെ നിസ്സാരമായി കാണേണ്ടതല്ല. അതാണ് സർക്കാർ അവരുടെ നയം രൂപീകരിക്കുമ്പോൾ എടുക്കേണ്ട ഒരു വാക്കെന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്നതാണ്. അവിടെ ഈ തർക്കം വരുന്ന 2 പാർട്ടിയെ പോലെ പെരുമാറുന്നതാണ് ഈ അഴിമതിയുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന കോംപ്രമൈസ്. അത് ബഹുമാന്യ സമ്പത്തിന് നമ്മുടെ പാർട്ടിയുടെ ഘടനയെ സംബന്ധിച്ച് അദ്ദേഹം CPM-ന്റെ ഘടന വെച്ചാണ് സംസാരിച്ചത്. ഞങ്ങളുടെ വിഷയത്തിൽ പാർട്ടിയുടെ കാര്യങ്ങളിൽ പാർട്ടിയും പാർലമെന്ററി കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കും കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ നീക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടുത്തെ വിഷയം ഭൂമിയെ സംബന്ധിച്ച് പാർട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയെ പാർലമെന്ററി സംവിധാനത്തിൽ എവിടെയെങ്കിലും പിശകുകൾ ഉണ്ടായാൽ ഒരു തിരുത്തൽ ശക്തിയായതുകൊണ്ട് തിരുത്തുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. ഇവിടെ ഇപ്പോ മെത്രാങ്കായൽ ഇഷ്യൂവിലും ഈ പറയപ്പെടുന്ന ഭൂമി ഇടപാടുകളിലുമെല്ലാം തന്നെ ജനങ്ങൾക്ക് സംശയകരമായി വന്നപ്പോൾ ആദ്യം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിക്കൊണ്ട് മന്ത്രിയെ ശാസിച്ചുകൊണ്ട് മന്ത്രിയെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് മുഴുവൻ ഉത്തരവുകളും പിൻവലിച്ചത്. എന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. അതായത് ഈ ജനങ്ങൾ ഈ അഴിമതിയാണ് മുമ്പിലെന്ന് സമ്പത്ത് അഴിമതിയെ കുറിച്ച് വാദവരാതെ സംസാരിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി കേസ് പോലും ഇതുവരെയില്ല. ലാല് പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി കേസിൽ ഏതെങ്കിലും ഒരു FIR ഉണ്ടോ? ഇല്ല. എന്നോടോ ഫക്രുദ്ദീൻ അലിയോടോ ശ്രീ ജോണിനോടോ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ എന്താ പറയുന്നത്? ഈ 29% പേര് മാത്രമേ തൃപ്തരായിട്ടുള്ളൂ. ആ 21% പേർ മാത്രമാണ്. വന്നപ്പോ ഡോക്ടർ ലാൽ ഉൾപ്പെടെയുള്ള ഒരു സർവേ നടത്തി. എന്താ പറഞ്ഞേ? അവിടെ UDF പരാജയപ്പെടുമെന്ന് പറഞ്ഞു. ജയിച്ചതാരാ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സോളാറും ബാറും ഒക്കെ കത്ത് നിന്ന തെരഞ്ഞെടുപ്പ് 2011 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഷഫീർ ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നില്ല. ഞാൻ ഇതിനെ സർവേ റിപ്പോർട്ടുകളെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രാദേശിക ഇഷ്യൂസ് അങ്ങനെയാണ്. ഗവൺമെന്റിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴത്തേക്ക് അന്ന് UDF-ന് ഏതാണ്ട് 55-60% അവർക്ക് സീറ്റുകൾ നേടാനായി കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അടുത്ത പിന്നെ വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്നത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ വരെ നമുക്ക് പറയാവുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഏതാ? ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്തിനെ സംബന്ധിച്ചാണ് വിധി എഴുതിയത്? ആ വിധി എഴുതിയതിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളും സംസ്ഥാനത്തെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം 1 അഴിമതിയാണ്, 2 വർഗീയതയാണ്.
ഈ അഴിമതിയും രണ്ട് വിഷയത്തിലും കോൺഗ്രസ് പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനായി കഴിയൂ. ഇതിന് ജനങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താണ്? ഇതൊരു നെഗറ്റീവായ കാര്യമല്ല, പോസിറ്റീവായി ജനങ്ങൾ ഷഫീർ പറഞ്ഞത് ഈ ടൈംസ് നൗ ബീഹാറിൽ പരാജയപ്പെട്ടു, നിങ്ങൾ അരുവിക്കര പിന്നെ ലോക്സഭ പറഞ്ഞു. ഇതെല്ലാം കൃത്യമായിട്ട് പ്രവചിച്ച ഒരു സംഭവം കേരളത്തിലുണ്ട്. സി വോട്ടർ ഏഷ്യാനെറ്റ് സർവേ ഇത്തവണ LDF വരും. ഇത് ഏതാണ്ട് ചെറിയ സീറ്റുകൾ വ്യത്യാസമുള്ളൂ. അത് തന്നെയാണ് ടൈംസ് നൗ ആവർത്തിച്ച്. നിങ്ങൾ അതെന്താ മുകളിലേക്ക് വരാം. ശ്രീ ജോൺ, ഇപ്പോൾ ടൈംസ് നൗവിന്റെ ഇന്നത്തെ സർവേയും കൂടെ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ സർവേയും കൂടെ ചേർത്ത് ഏതാണ്ട് ഒരു 4 സർവേകളാണ്. ഏഷ്യാനെറ്റിന്റെ സർവേ ഉണ്ട്, കൈരളി CES ആയിട്ട് നടത്തിയ സർവേ ഉണ്ട്, ഇതിനിടയിൽ ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ ആണെന്ന് തോന്നുന്നു. ഏഷ്യാനെറ്റ് സി വോട്ടറുടെ സർവേ ഉണ്ട്. ഒപ്പം ഇതായിപ്പോൾ ടൈംസ് നൗവിന്റെ ഈ സർവേ വന്നു. ഈ സർവേകളുടെ എല്ലാം ഒരു ആവറേജ് എടുത്താലും 85-90 LDF നേടി അധികാരത്തിലേക്ക് വരും. UDF ഏതാണ്ട് 50-52 ഒക്കെ തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. BJPക്ക് 0 മുതൽ 1 അല്ലെങ്കിൽ 2 സീറ്റ് എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. ശരി, ആയിക്കോട്ടെ. ആ കാര്യത്തിൽ മാത്രമേ സർവേ വിശ്വസിക്കുന്നു BR. അല്ല, ഈ പറഞ്ഞ ആവറേജ് ഇങ്ങനെയാണ് എന്നുള്ളത് എന്തിന്റെ സൂചനയായിട്ട് കാണണം? ഒപ്പം ഒരു സൂചിക കൂടി ഞാൻ മുമ്പിൽ വെക്കുകയാണ്. അഴിമതിയാണ് ജനങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് അഴിമതി തന്നെയായിരിക്കും. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസാന നിമിഷത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടത്തിൽ പോലും KPCC പ്രസിഡന്റ് തന്നെ ആ ഒരു വിഷയം പ്രതിപക്ഷത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. പുതിയൊരു സബ്ജക്റ്റ് കുറച്ച് മാറിപ്പോയി അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വഴിതിരിഞ്ഞ് പോയി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അഴിമതിയുടെ ആരോപണ വിധേയരായവരുടെ പേരിൽ പുള്ളി തൊട്ടുകൊണ്ട് അവരെ മാറ്റി നിർത്തണം എന്ന് 5 പേരെ, പ്രമുഖരായ 5 പേരെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ സ്ഥിരമായി മത്സരിക്കുന്നവരെ ചൂണ്ടിക്കാട്ടി വിഷയം പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനി KPCC പ്രസിഡന്റ് വിചാരിച്ചാൽ പോലും ആ പ്രചരണ തന്ത്രത്തിൽ, ആ പ്രചരണ വിഷയത്തിൽ നിന്നും മാറാൻ കഴിയുകയില്ല. പറ്റും. ഈ പറഞ്ഞ KPCC പ്രസിഡന്റ് VM സുധീരനാണ്. അദ്ദേഹം വിചാരിച്ചാൽ പോലും എന്ന് ശ്രീ ജോൺ പറഞ്ഞു. അദ്ദേഹം എന്തിനു വിചാരിക്കണം? അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് അതല്ലേ നടപ്പിലാകുന്നത്? അല്ല, ഞാൻ KPCC പ്രസിഡന്റ് ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം സ്വന്തം പാർട്ടിയിൽ പറയുന്നു, കളങ്കിതർ അല്ലെ ആരോപണ വിധേയരായവർ മാറി നിൽക്കണം. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണപക്ഷത്തെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവ് പറയുന്നു നിങ്ങൾ മാറി നിൽക്കേണ്ടവരാണ് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് ഉപയോഗിച്ചുകൂടെ? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം ഇവരിൽ നിന്ന് ഒരാളെയെങ്കിലും മാറ്റി നിർത്തി, അല്ലെ ഇവരിൽ ഒരാളെയെങ്കിലും മത്സരിക്കപ്പെട്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം അത് BJP ആണെങ്കിലും LDF ആണെങ്കിലും അല്ലെ മറ്റൊരു കക്ഷിയാണെങ്കിലും അവർക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. ഇവിടുത്തെ ഭരണപക്ഷത്തെ പ്രമുഖ കക്ഷിയുടെ നേതാവ് KPCC പ്രസിഡന്റ് പറയുന്നു ഇവർ കളങ്കിതരാണെന്ന്. ജനം തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ മതി, അവർക്ക് പ്രധാനമായതുമായില്ലേ. ഫക്രുദ്ദീൻ അലി, അതായത് എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഇപ്പോൾ ശ്രീ ജോൺ പറഞ്ഞതുപോലെ KPCC പ്രസിഡന്റ് പറഞ്ഞിടത്താണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് കരുതുക. ഈ കളങ്കിതർ അവസാനത്തെ അടിയിൽ അവർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കും. അടൂർ പ്രകാശും K ബാബുവും മത്സരിക്കേണ്ട എന്ന് ഏറ്റവും ഒടുവിൽ തീരുമാനിക്കപ്പെട്ട് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. കാര്യങ്ങൾ ശുഭകരമാകും. 2 കാര്യങ്ങളാണ്. ഒന്ന്, നടക്കില്ല. LDF 110 സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരും. കാരണം ഉമ്മൻചാണ്ടി ആരാ മോൻ? 2004 വലിച്ച പോലെ 1.5 വലിവ് മുപ്പര് വലിക്കും. അത് അകല സ്ഥലത്ത് നമ്മൾ കഴിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അഴിമതി നമ്മൾ ഈ പറയുമ്പോഴുണ്ടല്ലോ, ഒരു മധ്യവർഗവൽക്കരിക്കപ്പെട്ട ഒരു സൊസൈറ്റിയിൽ അഴിമതി അത്ര വലിയ ഫാക്ടർ ഒന്നതാണ്. അത് ഹൈലി ഇന്റേണലൈസ് ചെയ്യപ്പെടും. ഇപ്പോൾ യൂറോപ്പ് പോലുള്ള വികസിത രാജ്യങ്ങൾ, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതാണല്ലോ, അവിടെ അഴിമതിക്ക് കാരണമാകുന്ന ഈ സംഭവങ്ങൾ കമ്മീഷൻ പറഞ്ഞാൽ ലീഗലൈസ് ചെയ്തു. ഇപ്പോൾ മലയാളി പൊതുവെ അതൊക്കെ അഴിമതി ഇല്ലാതെ എന്തിനൊന്നും, ഞങ്ങൾ മലബാറിലാണ് ഈ സാധനം കുറച്ച് ഇതിനോടൊരു അപമതിപ്പുള്ളത്. ഇപ്പോൾ അരുവിക്കരയുടെ കാര്യം, അരുവിക്കര എന്താ സംഭവിച്ചത്? അരുവിക്കര ഒരു കമ്മ്യൂണൽ പൊളാറൈസേഷനും BJP ആയിട്ടുള്ള അവിശുദ്ധ ഉമ്മൻചാണ്ടി ഉണ്ടായിക്കൊണ്ടതാ. ഉമ്മൻചാണ്ടി അല്ല, നിങ്ങളല്ല പറഞ്ഞത്. ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ കേട്ടോ മുണ്ടാട്ടി. അപ്പൊ അല്ലല്ല ഒന്ന് പറഞ്ഞോട്ടെ, അരുവിക്കര എന്താ പാർലമെന്ററി പദങ്ങൾ മാത്രം അല്ല, ഇത് പറയുന്നേക്കോ അല്ല, കേരള പറയില്ല. ഞാനത്തെ കേട്ടോണ്ടിരിക്കുകയല്ലോ ഇന്നലെ. അപ്പം ഞാൻ പറഞ്ഞിട്ട് അന്ന് ഉമ്മൻചാണ്ടി അടുത്ത ഒരു പ്രസ്താവന നിങ്ങൾക്കറിയില്ല. എന്താണ്? ഇവിടെ മത്സരം ഞങ്ങളും ഇവരും തമ്മിലാണ്. ഇവിടെ LDF ഇല്ല. കേരളത്തിലെ യാഥാർത്ഥ്യം കാര്യം ചൂണ്ടിക്കാട്ടാൻ ഷഫീർ, അതൊരു ഒറ്റപ്പെട്ട കാര്യമാണ്. ഒന്ന്, ആ പേടിയാണ്. ശ്രീ ജി കാർത്തികേയൻ ശേഷം നടന്ന ഒരു സിറ്റിംഗ് സീറ്റിലെ UDF ഭരിക്കുമ്പോൾ നടന്ന ഒരു മത്സരമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള പ്രസ്താവനകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന
മാസങ്ങളിൽ 6 മാസം പോലും ആയില്ല, 4 മാസം കഴിഞ്ഞ് അതേ സ്ഥലത്തും കൂടി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിടെ സംഭവിച്ചത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വാർഡിൽ മത്സരിക്കാൻ 5-6 കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും അരുവിക്കരയിൽ ഇപ്പോ ബഹുമാനെ സമ്പത്തമ്പിക്കറിയാം, അരുവിക്കരയിൽ ഇപ്പോൾ 8 പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിൽ ഇപ്പോൾ LDF, പക്ഷേ 6 പഞ്ചായത്തിൽ LDF ആണ്. ഇപ്പോ ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സമ്പത്തമ്പിക്കാൻ അറിയാലോ, അരുവിക്കര അവർ ജയിക്കത്തില്ല. പ്രവചനം വേണ്ട, ഇത് പ്രവചനമല്ല. ഇനി എന്തൊക്കെ അനാലിസിസ് വന്നാലും ഞങ്ങൾ ഈ സംസ്ഥാനത്ത് 5 കൊല്ലം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയുണ്ട്. 2 ജനങ്ങളുടെ ഈ അഴിമതിയാണ് മുമ്പിൽ, അതിന്റെ മുമ്പിൽ വികസനത്തിന്റെ ലിസ്റ്റ് കാണിച്ചാലും ഇതുപോലുള്ള ഇന്ത്യയിൽ ഒരാളെ മാത്രമേ ഒരു മുൻ മന്ത്രി ബാലകൃഷ്ണപിള്ളയെ ഒക്കെ എത്രമാത്രം പറഞ്ഞാലും ഷഫീർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സർവേ ഒക്കെ രാഹുൽ ഗാന്ധി പോലും അവിടെ നടത്തി കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. ഹൈക്കമാൻഡ് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിങ്ങളുടെ പാർട്ടി ഉൾപ്പെടെ ഇതൊക്കെ നോക്കി വിലയിരുത്തൽ നടത്തി അതിനെ ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഷഫീറിനെ പോലുള്ളവർ ഈ ഘട്ടത്തിൽ അതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, ഇത്രയധികം വികസനങ്ങൾ നിങ്ങൾ നടത്തിയെന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ മൂടിപ്പോവുകയാണ്. അതൊന്നും പറയണ്ട, അത് പറഞ്ഞു എന്ന് പറയണ്ടോ യാതൊരു കാര്യമില്ല. ജനങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം നിങ്ങൾ കേൾക്കുക, അഴിമതിയെ കുറിച്ച് ജനങ്ങൾ ഇത്രമാത്രം പറയുമ്പോൾ, ഈ സർവേകൾ എല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? അഴിമതി നടത്തിയ ആളുകളെ ഞങ്ങൾ മത്സരിപ്പിക്കില്ല എന്ന് പറയാൻ ചങ്കൂറ്റത്തോടെ തയ്യാറാകുന്നില്ല. അഴിമതി കേസിൽ കേരളത്തിൽ വിചാരണ നടക്കപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്, അത് 2 ദിവസത്തിൽ പ്രഖ്യാപിക്കും. 1 അഴിമതി കേസിനെ സംബന്ധിച്ച് ബഹുമാനായ CPM നേതാക്കന്മാർ വലിയ കാര്യത്തിൽ ഇതാണ് വലിയ ട്രെൻഡ് എന്ന് പറയുന്നു. ഇന്ത്യയിൽ ഒരാളെ മാത്രമല്ലേ ഡോക്ടർ ലാൽ, ഇന്ത്യയിൽ അഴിമതി കേസ് സൃഷ്ടിക്കപ്പെട്ട ഒറ്റ മന്ത്രി കേരളത്തിൽ, ഇന്ത്യയിൽ അതിൽ തന്നെ കേരളത്തിൽ മത്സരിപ്പിക്കുന്ന പാർട്ടി ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് മത്സരിക്കാനേ പറ്റില്ലല്ലോ. ഞാനിവിടെ ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ നമ്മള് രാഷ്ട്രീയത്തിൽ ഒരുപാട് സദാചാരമെല്ലാം നമ്മൾ വെച്ച് പുലർത്തേണ്ടവരാണ്. ഇവിടെ CPIM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടൊന്നും ബാലകൃഷ്ണപിള്ള ഒരിടത്ത് മത്സരിക്കും. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ വായിലേക്ക് അങ്ങനെ. ഇപ്പൊ കോൺഗ്രസിന്റെ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിനകത്ത് തൂപ്പുകാരിയായിരുന്നവൾ കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേസുകളിൽ പ്രതിയായ ആളുകൾ അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, തുടങ്ങിയതല്ലേ ഉള്ളൂ. 2, ഇവിടെ വാസ്തവത്തിൽ സദാചാര വിരുദ്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തവരുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യം ഞാൻ പേരൊന്നും പറയണില്ല. ഘടകകക്ഷികളുടെ നേതാക്കൾക്കടക്കം മത്സരിക്കാം, അങ്ങനെയാണ് എങ്കിൽ തീരുന്നില്ല. സ്വന്തം പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ അവരുടെ മേലെ എന്ത് നടപടിയാണ് എടുത്തത്? സുഖറാമിൻ്റെ പേരിൽ എന്ത് നടപടിയെടുത്തു? വീരഭദ്രസിംഗിൻ്റെ പുറത്ത് എന്ത് നടപടിയെടുത്തു? സുരേഷ് കൽമാടിയുടെ പേരിൽ എന്ത് നടപടിയെടുത്തു? ഇങ്ങനെ നിരവധി പേരെ സംബന്ധിച്ച് കേന്ദ്ര നേതാക്കളാണ് ഞാൻ ഈ പറയുന്നത്, ചെറിയ നേതാക്കളൊന്നുമല്ല. അപ്പോൾ എംബ്രാൻ അല്പം കട്ട് ഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നും ഇവിടെ വാസ്തവത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയൽ മാത്രമായി അഴിമതിയുടെ കറപുരളാത്തവരായ ഒരു കോൺഗ്രസ് മന്ത്രിയെ ദയവായി ഒന്ന് കാണിച്ചു തരണം. യെസ്, അഴിമതിയാണ് ജനങ്ങൾ ഏറ്റവും വലിയ വിഷയം എന്ന് ഏറ്റവും ഒടുവിൽ നടന്ന ടൈംസ് നൗവിന്റെ സർവേയിലും കണ്ടെത്തുമ്പോൾ സരിതയുടെ പേരിലുള്ള സോളാർ അഴിമതിയാണോ, ബാർ കോഴയാണോ, അതോ ഏറ്റവും ഒടുവിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന്റെ കീഴിലൂടെ വന്ന അഴിമതിയാണോ ഇപ്പോൾ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകുക എന്നതാണ്. അവസാനത്തെ ഒരു 5-6 മിനിറ്റാണ്. ദയവായി എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ആ കാമ്പിലേക്ക് വന്ന് ഉത്തരം പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഷഫീറിന് അതിന് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ കൂടി. ഡോക്ടർ സമ്പത്ത്, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, സോളാറിൻ്റെ പ്രശ്നമുണ്ട്, ബാർ കോഴയുടെ പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ വിവാദങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങൾ ഇതിൽ ഏത് അഴിമതി എന്നതാണോ, ഈ പൊതുവെ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നതാണ്. ഈ അഴിമതി എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അയാളോടൊരു ചോദ്യം,
നിങ്ങൾക്കും നിങ്ങളുടെ 5 തലമുറയ്ക്കും കഴിയാനുള്ളത് മുഴുവനും 5 കൊല്ലം കൊണ്ട് തട്ടിപ്പറിച്ച് നിങ്ങൾക്കൊരു ഐസ്ക്രീം വാങ്ങിച്ച് തരികയാണ്. അത് വാങ്ങി നുണഞ്ഞുകൊണ്ട് ആഹാ നല്ല ഐസ്ക്രീം, ഇത് വാങ്ങിത്തന്ന ആൾ നല്ലതാണ് എന്ന് പറയാനൊന്നും കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. ഭൂമി ഈ വിധത്തിൽ സമ്പന്നർക്ക്, ക്രിമിനൽ പുള്ളികൾക്ക്, കുറ്റവാളികൾക്ക്, വലിയ കോർപ്പറേറ്റുകൾക്ക് അതെല്ലാം പതിച്ചു നൽകുക എന്ന് പറഞ്ഞാൽ, നെൽവയലുകൾ നികത്താനായി നിയമത്തെ പോലും ലംഘിച്ചുകൊണ്ട് പതിച്ചു നൽകുക എന്ന് പറഞ്ഞാൽ, ഇവിടെ വാസ്തവത്തിൽ മിച്ചഭൂമിയായിട്ടുള്ളത് അത് ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി, ആ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ജില്ലാ കളക്ടറുടേതായ അധ്യക്ഷതയിൽ എംപിയും MLAയും അടക്കം പങ്കെടുത്തുകൊണ്ട് കൂടി ഭൂരഹിതർക്ക് പതിച്ചു നൽകുന്നതിന് തീരുമാനമെടുത്ത് മുൻഗണനാക്രമത്തിൽ നൽകേണ്ടത് വേറെ പലർക്കും പതിച്ച് ആ വിധത്തിൽ നൽകിയാൽ, ഈ വിധത്തിൽ പതിച്ചു നൽകുന്നത് പോലെ തന്നെ ഭൂമി ഇവിടെ വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും കുറച്ച് കുടുംബങ്ങൾക്ക് ഭൂമിയില്ലാത്തതായിട്ടുള്ളത് കേരളത്തിലാണ്. പെർസെൻറ്റേജ് വൈസ് നമ്മളെടുത്താൽ ഇപ്പോൾ ഈ കേരളത്തെ ഗുജറാത്ത് ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവിടെ തന്നെ ഗുജറാത്തിൽ വഴിയോരത്തും റെയിൽവേ സ്റ്റേഷനിലും കുടുംബങ്ങൾ സകുടുംബം അന്തി ഉറങ്ങേണ്ടുന്ന ഗതികേട് കാണുമ്പോൾ കേരളത്തിൽ മാത്രമാണ് 90% കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉള്ളത്. അത് ഭൂപരിഷ്കരണ നടപടികൾ നടപ്പാക്കിയതുകൊണ്ടാണ്. ഈ വിധത്തിൽ ഈ കേരളത്തിൽ ഭൂമി ഒരു കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭൂമിയാണ് ഈ വിധത്തിൽ കൊള്ളയടിക്കുന്നത്. പൊതു മുതൽ കൊള്ളയടിച്ചാൽ ഇത് ഈ വിധത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊള്ളയടിക്കപ്പെടുക, ഭൂമിയാണ് കേരളത്തിൽ കൊള്ളയടിക്കപ്പെടാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. ഇതെല്ലാം തന്നെ വരുമ്പോൾ പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളയടിയാണ് 2ാം UPA ഗവൺമെൻറ് അതിൽ നേതൃത്വം വഹിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എങ്കിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്കെന്ന് ഞാൻ പറയുന്നില്ല, ക്ഷമിക്കണം, അങ്ങനെ ഒരു പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എങ്കിൽ കേരളത്തിൽ അഴിമതി തന്നെയാണ്. എന്തു പറഞ്ഞിരുന്നാലും ശരി തന്നെ ഈ അഴിമതി തന്നെയാണ്. ഇത് ഈ വാട്സാപ്പിലൊക്കെ വന്നിട്ട് പ്ലീസ് ഒരവസരം കൂടി തരുമെന്ന് ചോദിച്ചതുപോലെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൽ വന്നു, കൊള്ളയടിക്കാനായി വരുന്നു, അവിടെ വരുന്നു, എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കത്തിവെച്ചു, മാല പിടിച്ചു പറിച്ചു, എൻ്റെ പെൺകുട്ടിയുടേതായിട്ടുള്ള എല്ലാ ആഭരണങ്ങളും തട്ടിപ്പറിച്ചു, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൊച്ചുകുട്ടിയെ ഒന്നും ചെയ്തില്ല, അവൻ്റെ അരിഞ്ഞാണം അടക്കം എടുത്തുകൊണ്ടുപോയി, എൻ്റെ പണമെല്ലാം എടുത്തു. എന്തായാലും വന്ന കള്ളൻ കൊള്ളാം, കാരണം എൻ്റെ ഭാര്യയെ മറ്റു വിധത്തിൽ ഉപദ്രവിച്ചില്ല, എൻ്റെ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയില്ല, എന്നെ ഒരു വിധത്തിലും ദേഹോപദ്രവം ഏൽപ്പിച്ചില്ല. ഇത് മാത്രമേ ഷഫീർ നല്ലോണം മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് പഴയ കാലഘട്ടത്തിലേതുപോലെ അല്ല. LDFനും UDFനും ഒരു സ്ഥിരം വോട്ട് ബാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞു വരുന്ന വോട്ടുകൾ പഴയതുപോലെയല്ല, അത് കൂടിയിട്ടുണ്ട്. ആളുകൾ ഈ സ്വന്തമായി ചിന്തിച്ച് വരുന്ന അവർക്കൊരു ഫീലുണ്ട്. അവർ നോക്കി നിൽക്കുന്നത് 5 വർഷം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പാണ്. ഇടയ്ക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല. അവർ നിയമസഭയിലേക്കുള്ള അടുത്ത ഘട്ടം നോക്കി നിൽക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഉത്തരം പറയും എന്നുള്ളത് പറയുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഈ ഫീൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ പറയപ്പെടുന്ന പോലുള്ള ഫീല് ജനങ്ങളിലൊക്കെ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ കേരളത്തിൽ വൻപിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കിയ, വികസനം നടത്തിയ, ജനങ്ങളോട് വലിയ സഹായങ്ങൾ കൊടുത്തൊരു ഗവൺമെൻറ് ആണെന്നുള്ള ഒരു ഫീലിങ്സ് കൂടി അപ്പുറത്തുണ്ട്. 1. 2, ഭൂമിയുടെ വിഷയത്തിൽ ബഹുമാനായ സമ്പത്ത് വളരെയധികം ആവേശത്തോടുകൂടി സംസാരിച്ചു. അതിന്റെ ഉത്തരങ്ങളല്ല ഷഫീർ ഞാൻ ചോദിക്കുന്നത്. നമുക്ക് അവസാനത്തെ അതിലേക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയും. ഇപ്പൊ സോളാർ ഇഷ്യൂവിൽ ഏറ്റവും അവസാനം സരിതയുടെ ഇന്നലെ ക്രോസ് വിസ്താരത്തിൽ വരാതെ മുങ്ങിയതോടുകൂടി, അതിന് മുമ്പ് നടന്ന വിഷയങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലുകൾ പുറത്തു വന്നതോടുകൂടി, ബാറുടമകളുടെ വിഷയങ്ങൾ ഇടപെട്ടതോടുകൂടി സോളാർ ഇഷ്യൂ ഇന്ന് ഒരു നനഞ്ഞ പടക്കമായി മാറി. ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷൻ തന്നെ ബിജു രമേശനോട് 4 പേരുടെ പേര് കൂടി അങ്ങ് കാച്ചേരി അവന്മാരും കൂടി കിടന്നൊന്ന് അഴിവട്ടെ എന്ന് പറയുന്ന രംഗം ശബ്ദരേഖകൾ പുറത്തുനിന്നോടുകൂടി അതിന്റെ കാറ്റും ഇതൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ തന്ത്രങ്ങളും പ്രചരണങ്ങളും ഫലിച്ചത് കൊണ്ടായിരിക്കാം അപകടം ഇവിടെ മാത്രം ഒതുങ്ങി. ഏറ്റവും അവസാനം വന്ന ഭൂമി ഇടപാടിൽ ഞങ്ങൾ പറയാൻ പോണത്രേ ഉള്ളൂ. ഞങ്ങൾ എൻ്റെ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഉത്തരവിരിപ്പുണ്ട്. 248/2010 ഇടതുപക്ഷത്തിന്റെ കാലത്ത് അന്നത്തെ ഇളമരം കരീം സാഹിബ് പതിച്ചു കൊടുക്കാൻ, മെത്രാങ്കായിൽ പതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്ത ഭൂമിയുടെ വിഷയത്തിൽ 10 ഒക്കെ പറഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെയെങ്കിലും നിൽക്കാൻ. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഭൂമിയുടെ വിഷയത്തിൽ ഇടതുപക്ഷത്തിനേക്കാൾ ആത്മാർത്ഥത കോൺഗ്രസ് പ്രസിഡന്റ് ഭാഗത്താണ് ഉണ്ടായത്. ജനങ്ങൾക്കതറിയാം. ഞങ്ങളുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാജയങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ തിരുത്തൽ ശക്തിയായി പാർട്ടിക്കകത്ത് നേതാവ് ഉണ്ടെന്ന് ഞാൻ സമ്പത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഫക്രുദ്ദീൻ അലി, ഇതെല്ലാം സ്ഥാനാർത്ഥികൾ വരുമ്പോൾ വേറെ രീതിയിലേക്കാകും എന്നാണ് ഷഫീറിൻ്റെ പ്രവചനം. അതിനവർ ഒരുങ്ങുന്നത് നമ്മളിപ്പോൾ കാണുന്നുമുണ്ട്. സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു ഒരു പക്ഷത്ത്. എവിടെയാണ് ഈ ഒരുക്കങ്ങളിൽ ഈ പറയുന്ന അവസ്ഥകൾ, ഇപ്പം കണ്ട സർവേകളിലെ സൂചനകളെ മറികടക്കാനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ പുരോഗതിയിലേക്ക് എത്താനോ ഉള്ള സാധ്യതയുള്ളത്?
ട്രെൻഡ് ശരിക്കും സെറ്റ് ചെയ്യുക ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ അവസാനത്തെ ആഴ്ചകളിലാണ്. ആ കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ അഴിമതി കേസുകളൊക്കെ മുമ്പ് ചർച്ച ചെയ്യപ്പെടുക അത് വലിയ രീതിയിലൊന്നും ഒരു ഇലക്ഷനൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. പക്ഷേ ഇവിടെ വേറൊരു വലിയ പ്രോബ്ലമുണ്ട്, വർഗീയത. BJPയുടെ വളർച്ച, BJP, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ ഈ പറഞ്ഞ NDF ഇവന്മാരുടെയൊക്കെ ഒരു വളർച്ച മലയാളിയെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, ബാക്കിയെല്ലാം ഞാൻ മാറ്റി നിർത്തുക, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വെറുതെ പിന്നെ നമ്മുടെ ഷഫീർ ഇവിടെ വന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വളരെ കൃത്യമായിട്ട് അതിനുള്ള മെഷീനറി വേണം. അതിനെ കായികമായി നേരിടാൻ പറ്റുന്നത് കാട്ടായിക്കൊണ്ട് ചെയ്ത പോലെ അത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം ഇടതുപക്ഷമാണ് CPM ഞങ്ങൾക്ക് അറിയാം. അതാണ് ഇവിടെ എന്താ പ്രശ്നം? ശ്രീ ജോൺ, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു പ്രശ്നം, അഴിമതിയും വർഗീയതയും വലിയ പ്രശ്നം തന്നെയാണ്. ഫക്രുദ്ദീൻ അലി ആ പറഞ്ഞത് ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ അവിടെ അഴിമതി തന്നെയാണ് മുമ്പിൽ എന്ന് കേരളം പൊതുവേ പറയുന്നുണ്ട്, വർഗീയത ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ. അവിടെ ഇപ്പോഴുള്ള ഒരുക്കങ്ങളിൽ ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നിൽ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ നമ്മൾ എന്ത് ഉത്തരം പറയും? അഴിമതി ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയായിരിക്കും. കഴിഞ്ഞ 2 വർഷത്തോളമായി സർക്കാരിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ, അത് ശരിയും തെറ്റുമൊക്കെ ജനം വിലയിരുത്തട്ടെ, അല്ലെങ്കിൽ കോടതികൾ വിലയിരുത്തട്ടെ. എന്തായാലും കുറച്ച് ആരോപണങ്ങൾ സോളാർ കേസ് മുതൽ ബാർക്കോഴ കേസ് മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ അവസാനം വന്ന് നിൽക്കുന്ന ഭൂമിദാനം വരെയുള്ള വിഷയങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഇതിലെ വസ്തുതകൾ എന്തു തന്നെയാണെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ അതൊരു പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ്. നേരത്തെ ചർച്ചകളിൽ പറഞ്ഞതുപോലെ 2ാം UPA സർക്കാരിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് അന്നത്തെ അഴിമതി വിഷയമായിരുന്നു. ആ കോൺഗ്രസിനെ അത് ദോഷകരമായി ബാധിച്ചു. അതുതന്നെയാണ് അതിൻ്റെ ഒരു ഡിറ്റോയാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അവസാനത്തെ ആണിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് അടൂർ പ്രകാശ് എവിടെ വരുന്ന ഞാൻ വായിച്ചു. അടൂർ പ്രകാശിന് അനുയായികൾ പറഞ്ഞതിൻ്റെ വിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം KPC പ്രസിഡന്റ് ആയിരിക്കും എന്നാണ് അവിടുന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവസാനവും ആ വിഷയം പൊതുസമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിൽ KPCC തന്നെ മുൻകൈ എടുത്തു എന്ന് പറയേണ്ടി വരുന്നു. യെസ്, അവസാനത്തെ 10 സെക്കൻഡ് സമ്പത്ത് നേരത്തെ ചോദിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ ജോലി KPCC പ്രസിഡന്റ് എളുപ്പത്തിലാക്കുകയാണോ? 10 സെക്കൻഡ്. KPCC ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാതെ മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഡോക്ടർ ബാബു പോൾ മുമ്പ് പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷൻ പോലെയാണ്, ആർക്കും വരാം ആർക്കും പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഡോക്ടർ ബാബു പോളാണ് ഇത് പറഞ്ഞത്. ഇത് കേരളത്തിൽ കോൺഗ്രസിന്റെ ചുമലിൽ കയറിയപ്പോ കോൺഗ്രസ് അങ്ങ് താഴോട്ട് പോയി, CPM മുകളിലോട്ട് കയറി. നിങ്ങൾ വളരെ മണ്ടത്തരം കാണിച്ചോന്നു. അവിടെ കോൺഗ്രസ് ആയാലും CPM ആയാലും മറ്റ് ജനാധിപത്യ പാർട്ടികളായാലും അവിടെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല, അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല, അവർക്ക് വോട്ട് ചോദിക്കാൻ കഴിയില്ല, പത്രം വിതരണം ചെയ്യാൻ കഴിയില്ല, ഇതുപോലെ ചർച്ചകൾ നടത്താനായി കഴിയില്ല എന്നുള്ള നിലയിലേക്ക് മമതാ ബാനർജി കൊണ്ടെത്തിച്ചതിനെ തുടർന്നാണ് അഴിമതിയുടെ തന്നെ ചെളിക്കുണ്ടിലേക്ക് മമതാ ബാനർജി ആണ്ടുപോയതാണ്. ഏറ്റവും ഒടുവിൽ അവിടെ ഇപ്പോൾ ഈ പാലമടക്കം അവിടെ തകർന്നതും 22 പേര് മരിച്ചതും ഉൾപ്പെടെയുള്ള ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സമ്പത്ത്, ശ്രീ BRM ഷഫീർ, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ജോൺ, ശ്രീ PM സുരേഷ് ബാബു, KL മോഹനവർമ്മ, R ചന്ദ്രശേഖരൻ, ജേക്കബ് ജോർജ്.